അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ മിസ്ബാഹ് നമ്പർ 916. അൽ ഈമാനു അത്തസ്ദീഖു. ഈമാൻ അഥവാ വിശ്വാസം എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാസ്തവമാക്കലാണ് എന്നാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈമാനിൻ്റെ കാര്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമുമാരായി പരിഗണിക്കപ്പെടുന്നത് ഒന്ന് മഹാനായ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂ മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു തആല അൻഹു എന്നീ മഹാന്മാർ ഈമാനിന് നൽകിയ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാസ്തവമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നതും പരിശുദ്ധ മതത്തിൽ സർവസമ്മതമായി അറിയപ്പെട്ടതുമായ കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൊത്തത്തിൽ പറഞ്ഞ വിഷയങ്ങളെ, ഇജ്മാലായി പറഞ്ഞ വിഷയങ്ങളെ മുജ്മലായി അഥവാ മൊത്തത്തിലും, തഫ്സീലായി പറഞ്ഞ വിഷയങ്ങളെ, വിശദമായി പറഞ്ഞ വിഷയങ്ങളെ വിശദമായുമാണ് വിശ്വസിക്കേണ്ടത്. പ്രവാചകന്മാരിൽ മൊത്തത്തിൽ വിശ്വസിക്കണം. ഒരു ഉദാഹരണം പറയുകയാണ്. 1,01,400,000 പ്രവാചകന്മാർ ഉണ്ട് എന്നാണ്. അവരെ മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതേസമയം വിശദമായി അറിയൽ നിർബന്ധമായ പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച 25 പ്രവാചകന്മാരെ വിശദമായി തന്നെ അറിയണം. അത് സൂറത്തുൽ അൻആമിൽ 83, 84, 85, 86 ആയത്തുകളിൽ وَتِلْكَ حُجَّتُنَا آتَيْنَاهَا إِبْرَاهِيمَ عَلَى قَوْمِهِ نَرْفَعُ دَرَجَاتٍ مَّن نَّشَاءُ إِنَّ رَبَّكَ حَكِيمٌ عَلِيمٌ وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِن قَبْلُ وَمِن ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وَزَكَرِيَّا وَيَحْيَى وَعِيسَى وَإِلْيَاسَ كُلٌّ مِّنَ الصَّالِحِينَ وَإِسْمَاعِيلَ وَالْيَسَعَ وَيُونُسَ وَلُوطًا وَكُلًّا فَضَّلْنَا عَلَى الْعَالَمِينَ وَمِنْ آبَائِهِمْ وَذُرِّيَّاتِهِمْ وَإِخْوَانِهِمْ وَاجْتَبَيْنَاهُمْ وَهَدَيْنَاهُمْ إِلَى صِرَاطٍ മുസ്തഖീം എന്നിങ്ങനെ പറഞ്ഞ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ തന്നെ 18 പ്രവാചകന്മാർ വ്യത്യസ്ത സ്ഥലങ്ങളിലായി പറഞ്ഞ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, ദുൽകിഫിൽ നബി അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം, മുഹമ്മദ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ 7 പ്രവാചകന്മാരുമാണ്. അറിയൽ നിർബന്ധമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതേസമയം ഖുർആൻ പറഞ്ഞ 3 മഹാന്മാർ, ഒന്ന് ദുൽഖർനൈൻ, ഉസൈർ, ലുഖ്മാൻ എന്നിവർ പ്രവാചകന്മാരാണോ എന്നതിൽ അഭിപ്രായ ഭിന്നത ഉണ്ട്. ഖിദ്ർ നബി അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല. സൂറത്തുൽ കഹ്ഫിൽ നമ്മുടെ ഒരടിമ എന്ന് അള്ളാഹു വ്യംഗ്യമായി
സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖിദർ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ശിഷ്യനും പ്രവാചകനുമായ യൂഷ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഖുർആൻ സൂചനയിലൂടെ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ചെറുപ്പക്കാരനോട് പറഞ്ഞുവെന്ന ഖുർആൻ വചനത്തിൽ സൂചിപ്പിച്ച ആ ചെറുപ്പക്കാരൻ യൂഷ നബി അലൈഹിസ്സലാമാണ്. ഇവരെ കുറിച്ചെല്ലാം വിശദമായി വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ പേരുകൾ മനഃപ്പാടമാക്കണമെന്നല്ല, മറിച്ച് അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇവരിൽ ഒരാളുടെയെങ്കിലും പ്രവാചകത്വമോ റിസാലത്തോ നിഷേധിച്ചാൽ അവൻ കാഫിറായി പോവുമെന്നാണ്. എന്നാൽ സാധാരണക്കാരായ ആളുകൾ ഇത് പഠിച്ചതിന് ശേഷം നിഷേധിച്ചാൽ മാത്രമേ കാഫിറാകൂ. അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുക, അതായത് പഠിച്ചതിന് ശേഷം നിഷേധിക്കുക, അതാണ് കുഫർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മ എന്നുള്ളത് ഒരു ഉദ്റാണ്, ഒരു കാരണമാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കൊണ്ടുള്ള വിശ്വാസം, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് വിശദമായി അറിഞ്ഞിരിക്കൽ നിർബന്ധമായ മഹാനായ ജിബ്രീൽ, മികായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ, റഖീബ്, അതീദ്, മുൻകർ, നക്കീർ, റിദ്വാൻ, മാലിക് എന്നിങ്ങനെ 10 മലക്കുകളുണ്ട്. അവരെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ അറിയൽ നമുക്ക് നിർബന്ധമാണ്. ഇവരെയെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. അതുപോലെ അർശിനെ ചുമക്കുന്ന മലക്കുകളെ സംബന്ധിച്ച്, അർശിനെ ചുറ്റുന്ന മലക്കുകളെ സംബന്ധിച്ച്, ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന മലക്കുകൾ, ഇവരെക്കുറിച്ചെല്ലാം മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കുകയും വേണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദമാക്കാതെ മൊത്തത്തിൽ പറഞ്ഞു തന്ന ആ വിഷയങ്ങളെ മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കലും, വിശദമായി പഠിപ്പിച്ച് പറഞ്ഞു തന്ന ആ കാര്യങ്ങളെ വിശദമായി വിശ്വസിക്കലും നമുക്ക് നിർബന്ധമാണ്. ഇതാണ് തസ്ദീഖിൻ്റെ മഅന എന്ന് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ ഇമാമിയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല വിശദമായി പറയാനും കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.